ഫ്രണ്ട്സ് എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളെന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് EPF പോർട്ടലിൽ പോയിട്ട് ഫയൽ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഒരു ചെറിയൊരു സ്ഥാപനത്തിൻ്റെ നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നോക്കാം. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഫേമിൻ്റെതായാലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് DA, HRA അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലതല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫയൽ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ എക്സൽ, അപ്പോൾ സാലറി ഷീറ്റ് എന്തായാലും വേണം, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ടൂളും എക്സലിൻ്റെ ഒരു മാക്രോ ഇനേബിൾഡ് ചെയ്തൊരു ടൂളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാലറി കാൽക്കുലേഷൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനലിൽ പോയി കഴിഞ്ഞാൽ, ഇവിടെ എക്സൽ വിത്ത് ആഷിഫിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും. അതായത് ഈസി പേറോൾ മാനേജ്മെന്റ് യൂസിങ് എക്സൽ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 20,000 ആൾക്കാർ കണ്ട വീഡിയോ. അപ്പോൾ നമ്മളെ 20,000 ആൾക്കാർ കണ്ട വീഡിയോ ആണ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ സാലറി പ്രോസസ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാം. ഇനി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എക്സൽ നമ്മൾ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത ടൂളാണ്. അത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടും. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും ഗ്രൂപ്പിൻ്റെ, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ വർക്ക് ഫയലും കാര്യങ്ങളെല്ലാം ആ ഒരു ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്ക് വെച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ പ്രോപ്പർട്ടീസിലേക്ക് പോവുക. പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ അൺബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് അത് ടിക്ക് ഇട്ടിട്ട് അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിലെല്ലാം നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കേണ്ടതെല്ലാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മാസവും ഇയറും സെലക്ട് ചെയ്യാം. നമ്മൾ ഇതിൽ ഷീറ്റ് 1 വരാം. ഇവിടെ ഓട്ടോമാറ്റിക്കലി എല്ലാം കാൽക്കുലേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ എംപ്ലോയിൻ്റെ UAN നമ്പറും മെമ്പർ നെയിമും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗ്രോസ് പേജസും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ആദ്യം സാലറി ഷീറ്റിലേക്ക് വന്നിട്ട് ഇവിടെ മെമ്പറിൻ്റെ പേര്, PF അടക്കുന്ന മെമ്പറിൻ്റെ പേര് നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. നേരെ ഇവിടെ വന്നിട്ട് നിങ്ങൾ മെമ്പറിൻ്റെ പേര് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അവരെ UAN നമ്പർ കോപ്പി ചെയ്യാം. അതേപോലെ തന്നെ ഇവരെ ബേസിക് സാലറിയും ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഗ്രോസ് വേജസ് കൊടുത്തിട്ടുണ്ട്. PF ഓട്ടോമാറ്റിക്കലി 15,000 മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് PF മാൻഡേറ്ററി ഇല്ല, ആ ഒരു എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. 15,000 താഴെ മാത്രം സാലറി ഇല്ലവരെ മാത്രമേ നിങ്ങൾ PF അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അവർക്കിന് 15,000 മുകളിൽ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾ അടക്കേണ്ടത്, ഈ PF കോൺട്രിബ്യൂഷൻ അടക്കേണ്ടത് 15,000 മാത്രം നിങ്ങൾ അടച്ചാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. പിന്നെ അതിലേക്ക് അടക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങളെ UAN നമ്പർ, മെമ്പറിൻ്റെ നെയിം, ഗ്രോസ് വേജസ് കൊടുത്ത് ഓട്ടോ കാൽക്കുലേഷൻ ആക്കി ബാക്കിയെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് വരും. ഇനി നമുക്കിത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ആദ്യം വന്ന ഷീറ്റിലേക്ക് വരാം. ഈ ഷീറ്റിൽ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എവിടത്തേക്കാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് അടിക്കാം. അപ്പോൾ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോൾഡറിൽ പോയിട്ട് ആ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടോ നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫയലാണ് നമുക്ക് വരാം, ഹാഷ് ഫയൽ. അതായത് ഓരോരു ഹാഷ് ഇട്ടിട്ട് ഇതുപോലെയാണ് നമ്മൾ PFൻ്റെ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ അപ്ലോഡ് ചെയ്യാം? ഞാൻ നേരെ PFൻ്റെ EPF പോർട്ടലിലേക്ക് പോകുന്നു. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പോർട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അത് വെച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണിക്കും. ഇതാണ് ഇൻ്റർഫേസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഫേമിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. അതിൽ നമ്മൾ പേയ്മെൻറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ ECR റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ECR അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ECR ഫയൽ അപ്ലോഡ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഫയലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തത്. അതിന് അപ്ലോഡ് ചെയ്യാനായതുകൊണ്ട് ECR ഫയൽ അപ്ലോഡ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേജസ് മന്ത് നമ്മൾ ഏത് മാസത്തെ വേജസ് ആണ് കൊടുക്കുന്നത് ചോദിക്കുന്നുണ്ട്. നമ്മൾ മെയ് മാസമാണ് അപ്ലോഡ് ചെയ്യുന്നത്. മെയ് മാസം സെലക്ട് ചെയ്തു. എത്രാം തീയതിയാണ് നിങ്ങൾ സാലറി കൊടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ ജൂൺ 2-ാം തീയതി ഇല്ലെങ്കിൽ 1-ാം തീയതി ഏത് ഡേറ്റ് ആണ് കൊടുത്തത് ആ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഫയൽ ചൂസ് ഫയൽ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ആ ഫയൽ ടെക്സ്റ്റ് ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ECR ഫയൽ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ECR ആണ് സെലക്ട് ചെയ്യുന്നു. പെർസെൻറ്റേജ് 12% കൊടുക്കുന്നു. ഇവിടെ റിമാർക്സ് മെയ് 25 കൊടുക്കുന്നു. അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എററും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് അപ്ലോഡ് ആകും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫയൽ വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെരിഫൈ റിജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതായത് ടോട്ടൽ വാല്യൂ അപ്ലോഡ് ഡേറ്റ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ECR ഫയൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഉണ്ടാകും. നമ്മൾ ഫയൽ ചെയ്ത ഡീറ്റെയിൽസ് ഒരാളുടെ പേരും അവരുടെ എമൗണ്ടും കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണോ വന്നത് എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 1713, 1260. അപ്പോൾ ഇവിടെ വന്ന എമൗണ്ടും കാര്യങ്ങളും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ അതിലേക്ക് പോയിട്ട് ഇവിടെ വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രിപ്പയർ ചെലാന്ന് പറഞ്ഞിട്ടുണ്ടാകും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പോൾ ഷോപ്പിൻ്റെ പേരും അതുപോലെ തന്നെ വേജസ് മന്ത് കാര്യങ്ങൾ ഇതിലെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വരും. ഗ്രോസ് വേജസ് എത്രയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയി ചോദിക്കുന്നുണ്ട്. നിങ്ങളിൽ എത്രയാണോ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയി ഉള്ളത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിൽ എത്ര എംപ്ലോയിയാണ് എക്സ്ക്ലൂഡ് ചെയ്തതിന് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എത്ര വേജസ് ആണ് ഇപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൽ 20 ആളുണ്ടെങ്കിൽ നിങ്ങളൊരു 10 ആളെ PF നടക്കുന്നുണ്ടെങ്കിൽ ആ 10 ആളെ സാലറി കഴിച്ചിട്ട് ബാക്കിയുള്ളവരെ സാലറി എത്രയാണോ ഉള്ളത് ടോട്ടൽ സാലറി അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് ചെലാൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ഡ്രാഫ്റ്റ് ഇവിടെ ജനറേറ്റ് ആവും. ഡ്രാഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എല്ലാം കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈനലൈസ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ റിസീപ്റ്റ് നമ്മൾ ഈ ഫയൽ ചെയ്തതിൻ്റെ ഒരു റിസീപ്റ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് വിൻഡോ വന്നിട്ടുണ്ട്. ഇത് ഇവിടുന്ന് നിങ്ങൾക്ക് പേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഏതാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർഗ്ഗം അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഏത് ബാങ്കാണോ നിങ്ങൾ ആ ബാങ്ക് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങളെ എമൗണ്ടും കാര്യങ്ങളും ഇതുപോലെ ഒന്നും കൂടെ കാണിക്കും. എത്രയാണ് എമൗണ്ട് അടക്കേണ്ടതെന്നെല്ലാം ജസ്റ്റ് കൺഫേം ചെയ്തതിന് ശേഷം
നിങ്ങളിവിടെ ഐ ഹാവ് അണ്ടർസ്റ്റുഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ നിങ്ങളെ ബാങ്ക് ഏതാണുള്ളത് ആ ഒരു ബാങ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു റിസീറ്റും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു ഇൻറ്റിമേഷൻ വരും. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് റിസീപ്റ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിക്കും. ഇതാണ് നിങ്ങൾ ഫയൽ ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് ഇനി ഇത് ഫയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ നമ്പർ, അതുപോലെ തന്നെ പേജ്, മന്ത്, അതുപോലെ തന്നെ നമ്മളെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് റിസീറ്റും ചലാൻ റിസീറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് PF. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ചലാൻ റിസീറ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് റിസീറ്റും ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, രണ്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിൽ നമ്മൾ ഫയൽ ചെയ്തതിൻ്റെ എത്ര എംപ്ലോയി ഷെയർ, എംപ്ലോയർ ഷെയറിൽ ഇവിടെ കാണിക്കും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫയലും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാകും, ജസ്റ്റ് അതിൽ കയറി ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫയലും കാര്യങ്ങളെല്ലാം അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും, എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഷിഫ്റ്റ് സൈനിങ് ഔട്ട്.